ടോപ്പ് ഹെഡ്ലൈൻസിലേക്ക്. വിദ്യാർത്ഥിയെ ഷോക്കേറ്റ് മരിച്ചതിൽ കൊല്ലം തേവലക്കര സ്കൂൾ മാനേജ്മെന്റിനെതിരെ കടുത്ത നടപടിയുമായി വിദ്യാഭ്യാസ വകുപ്പ്. സ്കൂൾ മാനേജ്മെന്റിനെ പിരിച്ചുവിട്ടു, മാനേജറെ അയോഗ്യനാക്കി. സ്കൂൾ ഭരണ ചുമതല കൊല്ലം DDEക്ക്. മാനേജർക്കും മാനേജ്മെന്റിനും ഗുരുതര വീഴ്ചയെന്ന് മന്ത്രി വി ശിവൻകുട്ടി. സംസ്ഥാനത്ത് മഴക്കെടുതി രൂക്ഷം. കണ്ണൂർ പെരുവയിൽ വീടിന് മുകളിൽ മരം വീണ് ഉറങ്ങിക്കിടന്ന 78-കാരന് ദാരുണാന്ത്യം. കണ്ണൂർ പാലക്കോട് അഴിമുഖത്ത് വള്ളം മറിഞ്ഞ് മത്സ്യത്തൊഴിലാളിയെ കാണാതായി. തച്ചമ്പാറയിൽ വീടിന് മുകളിൽ മരം വീണ് 2 പേർക്ക് പരിക്ക്. കോഴിക്കോട് കല്ലാച്ചിയിൽ മിന്നൽ ചുഴിയിൽ വ്യാപക നാശം. അതിരപ്പള്ളി മലക്കപ്പാറ പാതയിൽ റോഡിൽ വൻ മരം വീണ് ഗതാഗത തടസ്സം. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സാന്ദ്ര തോമസ്. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നാമനിർദ്ദേശ പത്രിക നൽകി. പത്രിക നൽകാനെത്തിയത് പർദ്ദ ധരിച്ചെത്തിയത് പ്രതിഷേധത്തിന്റെ ഭാഗമെന്ന് സാന്ദ്ര തോമസ്. KPCC പുനഃസംഘടന വൈകും. ചർച്ചകൾ സമവായത്തിലെത്തിയില്ല. പുനഃസംഘടനയ്ക്ക് പൊതുമാനദണ്ഡം വേണമെന്ന് ഹൈക്കമാൻഡ്. ഗ്രൂപ്പ് അടിസ്ഥാനം ഒഴിവാക്കണമെന്നും നിർദ്ദേശം. ജനപിന്തുണയുള്ളവരെ KPCC DCC നേതൃത്വത്തിലേക്ക് കൊണ്ടുവരണമെന്നും ഹൈക്കമാൻഡ്. ജയിൽ ചാടിയ ഗോവിന്ദച്ചാമിയെ വിയൂർ അതീവ സുരക്ഷാ ജയിലിലേക്ക് കൊണ്ടുപോയി. മാറ്റിയത് കനത്ത സുരക്ഷയിൽ. എല്ലാം ചെയ്തത് ഒറ്റയ്ക്കെന്ന് ഗോവിന്ദച്ചാമിയുടെ മൊഴി. ജയിൽ അധികൃതരുടെ അനാസ്ഥ കാര്യങ്ങൾ എളുപ്പമാക്കിയെന്നും ഗോവിന്ദച്ചാമി. ഇടുക്കി